മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ AKG സെന്റർ അക്രമക്കേസിൽ ഡൽഹിയിൽ പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രിയാണ് ഡൽഹിയിൽ നിന്നും പിടികൂടിയ സുഹൈലിനെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചത്. അക്രമത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുഹൈൽ എന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ വ്യക്തമാക്കിയത്. ഒന്നാം പ്രതി ജിതിൻ, മൂന്നാം പ്രതി നിത്യ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. വി അരുൺ ഉണ്ട്. അരുൺ, ഈ AKG സെന്റർ അക്രമക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഏറെ പഴി കേട്ടതാണ്. ഒടുവിൽ ഈ കേസിലെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത് നേട്ടമാണ്. ഇന്നലെ ഡൽഹിയിൽ നടത്തിയ അറസ്റ്റിനൊടുവിൽ ഇന്നലെ വൈകിട്ട് പ്രതിയെ അവിടെ എത്തിക്കുകയും സംഭവ സ്ഥലത്ത് AKG സെന്ററിലേക്ക് തന്നെ അവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് പോലീസിന്റെ പ്രധാനപ്പെട്ട നീക്കം എന്താണ്? കോടതിയിൽ ഹാജരാക്കി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നതാണോ? ഇതിൽ പ്രധാനപ്പെട്ട ഗൂഢാലോചന എന്താണ് എന്നതിലേക്കും അന്വേഷണം നടക്കുന്നുണ്ടോ അരുൺ? അല്പസമയത്തിനകം സുഹൈലിനെ വഞ്ചൂർ കോടതിയിൽ ഹാജരാക്കും. ജുഡീഷ്യൽ കസ്റ്റഡി വിടുമെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ. അവർ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസിന്റെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും നൽകിയേക്കും. ഇനിയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ സുഹൈൽ ഷാജഹാൻ എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് അയാളെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന ആവശ്യമായി കോടതിയെ സമീപിക്കാൻ അന്വേഷണ സംഘം തയ്യാറാകുന്നത്. അല്പസമയത്തിനകം സുഹൈലിനെ വഞ്ചൂർ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സുഹൈലിനെ ജവഹർലാൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചത്. അവിടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇവിടെ നിന്ന് അല്പസമയത്തിനകം കോടതിയിലേക്ക് കൊണ്ടുപോകും. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പങ്കുണ്ട് എന്ന ആരോപണം CPM ഉയർത്തിയിരുന്നു. സുധാകരനെ ലക്ഷ്യമിട്ടാണ് KPCC അധ്യക്ഷൻ സുധാകരൻ ലക്ഷ്യമിട്ടായിരുന്നു CPMന്റെ വിമർശനം. സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായികൾ, തലസ്ഥാനത്ത് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത അനുയായികൾക്ക്, പുതിയ തലമുറ നേതാക്കളിൽ അനുയായികളിൽ ഒരാളാണ് സുഹൈൽ. അതുകൊണ്ട് തന്നെ സുധാകരന്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണ് ഇതെന്ന വിമർശനമാണ് CPM ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കും പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും. കൂടാതെ മറ്റേതെങ്കിലും മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം ഉണ്ടാകും. അത്തരം മൊഴികൾ ലഭിക്കാനുള്ള സാധ്യതയാണ് പോലീസ് തേടുന്നത്. ഏതായാലും അല്പസമയത്തിനകം സുഹൈലിനെ വഞ്ചൂർ കോടതിയിലേക്ക് കൊണ്ടുപോകും. അതാണ് സാഹചര്യം. എന്തായാലും സുഹൈലിനെ ഇന്ന് ഹാജരാക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും KPCC നേതൃത്വം അടക്കം ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം സുഹൈൽ ഷാജഹാൻ KPCC അധ്യക്ഷൻ സുധാകരനുമായി അടുത്ത ബന്ധമുണ്ട് എന്നതാണ് പുറത്തു വന്ന കാര്യം. അതിൽ സുഹൈൽ ഷാജഹാനും സുധാകരനും ഒപ്പമുള്ള ചിത്രമടക്കം മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ KPCCയുടെ കൂടുതൽ വിശദീകരണം ആവശ്യമായി വരും.